ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കും ആയിട്ടാണ്. അപ്പം നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചിക്കൻ. ഇത് ഞാൻ നേരത്തെ തന്നെ ഉപ്പ്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചിക്കന് 5 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ 5 പീസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചിക്കന് മുഴുവനായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിവശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിവശം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേ കപ്പളവിൽ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിൽ 1 കപ്പ് പാല്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇതേ എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം എനിക്ക് ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർക്കാനുണ്ടായിരുന്നു. എനിക്ക് വിട്ടുപോയി. അത് ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഏകദേശം നല്ല രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ. 2 വലിയ പച്ചമുളക്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മുടെ ബാറ്ററിലും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതിലൊക്കെ ഉപ്പിട്ടത് കൊണ്ട് നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല പൊടി 1/4 ടീസ്പൂണ്. ഇതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരൽപ്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ചിക്കൻ. ഇത് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതുപോലെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്.
കൈ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല മുഴുവനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് എരിവോട് കൂടി തന്നെയാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറയ്ക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇറാനി പോള ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു മൂടി വെച്ചിട്ടുണ്ട്. ആ മൂടിക്ക് മുകളിലായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഓയിൽ ഏകദേശം ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്ന് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല മുഴുവനും ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ച ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിലൂടെ കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കന് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനിൽ നിന്ന് ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തേ ഉള്ളൂ. അപ്പം അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇറാനി പോള റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു പാനിലോട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കണ്ടില്ല, നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.